വയനാട് മണ്ഡലം മരുമോന് സ്ത്രീധനം കൊടുത്ത ഗണ്ഡി കുടുംബത്തിലെ ഇളംമുറക്കാരി ഇന്നിപ്പോ തലസ്ഥാനത്ത് വന്നിട്ട് സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്നത് കേൾക്കാനിടയായി. അപ്പോ ആദ്യം അതൊന്ന് കേൾക്കാം. LDF and the Chief Minister of Kerala is like his B team. Even when there was a theft in Sabarimala temple. കേട്ടല്ലോ, സംഘപരിവാറിന്റെ ബി ടീമാണത്രേ കേരളത്തിലെ കോൺഗ്രസ്. ആരാ പറയുന്നേ? സംഘപരിവാറിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ ലോക്സഭയിൽ ഉൾപ്പെടെ വാ തുറക്കാത്ത, എന്തിനേറെ പറയുന്നു, സവർക്കർ സ്റ്റാമ്പ് പുറത്തിറക്കി കൊടുത്ത വിശാലമതിയായിട്ടുള്ള അമ്മുമ്മയുടെ അതേ മൂക്കും അതേ മുടിയും അതേ നടത്തവുമുള്ള കൊച്ചുമകൾ. എന്ത് യോഗ്യതയാണ് ഇവർക്ക് രാഷ്ട്രീയത്തിൽ വരാനുള്ളത്? ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ച് എന്തെങ്കിലും ചുക്ക് ഇവർക്ക് അറിയാമോ? അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വരാൻ വേണ്ടി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച എന്തെങ്കിലും അനുഭവ സമ്പത്തുണ്ടോ? ഇല്ല. ഒരു കുടുംബത്തിൽ പിറന്നു എന്നതിൻ്റെ പ്രിവിലേജ്, നമ്മുടെ നാട്ടിൽ തറവാട് സിസ്റ്റം എന്ന് പറയും, അല്ലെങ്കിൽ രാജവംശ പരമ്പരകൾ. അവരുടെ കുടുംബത്തിൽ ജനിക്കുന്ന ഇളമുറക്കാർക്ക് ആ നാടിൻ്റെ ഭരണം കൈമാറി വരുന്നത് പോലെ കോൺഗ്രസിന്റെ കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു മണ്ഡലം കുടുംബത്തിൽ തമ്പുരാട്ടിക്കുട്ടിയെ കെട്ടാൻ വരുന്നവന് സ്ത്രീധനം കൊടുത്ത് നാടിന്റെ പൊതുപ്പണം കുടുംബത്തിലേക്ക് തന്നെ എത്തിക്കുന്ന സവിശേഷമായിട്ടുള്ളൊരു ആചാരം. അതിൻ്റെ ഇന്നത്തെ ഏറ്റവും അവസാനത്തെ കണ്ടി CPM BJPയുടെ ബി ടീം എന്ന് പറയുമ്പോൾ, സ്വന്തം മാപ്പിള DLF ഭൂമി തട്ടിപ്പിൽ ഉൾപ്പെട്ടപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇലക്ട്രൽ ബോണ്ടായിട്ട് ഇതേ മോളും മരുമോനും ചേർന്ന് കൊണ്ടുവന്ന് BJPക്ക് കൊടുത്തത് 170 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട്. എത്ര? 170 കോടി രൂപയുടെ. ED അന്വേഷണത്തിൽ നിന്നും സ്വന്തം മാപ്പിളയെ സംഘപരിവാറുകാർ വേട്ടയാടാതിരിക്കാൻ അവർക്ക് കപ്പം കൊടുത്തിട്ടുള്ള അതേ മകൾ. ബാബറി മസ്ജിദ് തകർത്തയിടത്ത് സംഘപരിവാറുകാർ പൊളിറ്റിക്കൽ നീക്കമായിട്ട് രാമക്ഷേത്രം പണിയാൻ ശ്രമിച്ചപ്പോൾ വെള്ളി ഇഷ്ടിക കൊടുത്തതിന് ശേഷം എൻ്റെ പിതാവിൻ്റെ സ്വപ്നം കൂടിയായിരുന്നു പള്ളി പൊളിച്ച് അവിടെ രാമക്ഷേത്രം നിർമ്മിക്കുക എന്ന ആഗ്രഹം. പോരാത്തതിന് ആ പള്ളി മിനാരങ്ങൾ തകർക്കാൻ വേണ്ടി അവസരമുണ്ടാക്കി കൊടുത്തതും ഇതേ മകളുടെ തന്തയനാണ്. അങ്ങനെയുള്ള രാഷ്ട്രീയ പാരമ്പര്യം പേർന്ന ആൾ. അവർക്ക് സംഘപരിവാറുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് നമ്മളങ്ങ് വിശ്വസിച്ചു. ഇന്ത്യയിൽ ആകമാനം ഇവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പല തെരഞ്ഞെടുപ്പും നടക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ബോബനും മോളിയും സ്റ്റൈലിൽ പോയി അവിടെ എന്തൊക്കെയോ നടത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ബീഹാറിൽ നമ്മൾ കണ്ടു, ഹരിയാനയിൽ കണ്ടു. ഇവരുടെ പ്രവർത്തനം കൊണ്ട് കയ്യിലിരിക്കുന്ന സ്റ്റേറ്റുകൾ വരെ BJPയുടെ കയ്യിലെത്തുന്ന ആ വിസ്മയം. അതും പോരാഞ്ഞിട്ട് കുടുംബത്തിന്റെ ഈറ്റില്ലമായിരുന്ന അമേഠിയും റായ്ബറേലിയൊക്കെ ഉപേക്ഷിച്ച് നേരെ ലീഗിന്റെ സംരക്ഷണത്തിൽ വിജയിച്ചു കയറാൻ പറ്റുന്ന കോട്ടയിലേക്ക് ഓടി വന്ന സംഘപരിവാറിനെ നെഞ്ചും വിരിച്ച് നേരിടുന്ന രണ്ട് യുവ സിംഗങ്ങളെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ ഇവരുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോഴും ഇവരുടെ ഡയലോഗുകൾ കേൾക്കുമ്പോഴും ഇവരുടെ ചായകുടികൾ കാണുമ്പോഴും ഇവർ ഏത് സംഘപരിവാറിനെ എവിടെയാണ് നേരിടുന്നതെന്ന് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ സംശയം പ്രകടിപ്പിച്ചാൽ ഗണ്ഡി കുടുംബത്തിലുള്ളവർക്ക് ചിലപ്പോൾ ഉത്തരം പറയാൻ പറ്റില്ല. ഇപ്പോൾ എന്തായിരുന്നാലും ഇന്ദിരാഗാന്ധിയുടെ മൂക്ക്, കണ്ണ്, മുടി എന്നൊക്കെ പറയുന്നിടത്ത് അവരിലൂടെ അടുത്ത കുഞ്ഞ് ജനിച്ചത് വരും കാലത്ത് കോൺഗ്രസ് ഉണ്ടെങ്കിൽ അതിനെ നയിക്കാൻ വേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ തലമുറകൾക്ക് ബാറ്റൺ കൈമാറി ആ അധികാരത്തിന്റെ ബാറ്റൺ പതിയെ ഇവരോടൊപ്പം നിന്നവരെ തന്നെ ഇവർ വെറുപ്പിച്ചും ഇവർ അവഗണിച്ചും ഇവർ ഒഴിവാക്കി വിട്ടും സംഘപരിവാറുകാരാക്കി ഈ രാജ്യത്തെ ഒന്നടങ്കം ഇവരിലൂടെ സംഘപരിവാറായി അവരുടെ ബി ടീമായി ഇപ്പോൾ പാർലമെന്റിലും ബാക്കിയുള്ള ഇടങ്ങളിലും നിലകൊള്ളുമ്പോൾ, ഈ രാജ്യത്തിന്റെ ഏറ്റവും നീറുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ ഉടനടി വിദേശയാത്ര പോകുന്ന സഹോദരനും തൊഴിൽ അട്ടിമറിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പുതിയ ചർച്ചയിൽ പങ്കെടുത്തതിന് ശേഷം നേരെ ആ കിരാത ബില്ല് നടപ്പാക്കിയവരോടൊപ്പം പോയി ചായ കുടിച്ചിട്ട് ആ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസയും നേർന്നു വന്ന വ്യക്തി ഈ നാട്ടിൽ വന്ന് ജനങ്ങളോട് ഇങ്ങനെയൊക്കെ ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ ആ കേൾക്കുന്നവരിൽ ചിന്താശേഷിയുള്ള മനുഷ്യർ പറയും, ഈ നാടിനെ ഒറ്റുകൊടുത്ത കുടുംബത്തിന്റെ ഇളം തലമുറക്കാരിയുടെ ജൽപ്പനം മാത്രമാണ് ഈ വാചകമെന്ന്.